എൻ്റെ ട്രൈഗ്ലിസറൈഡ് ഒരുപാട് കൂടുതലാണ്, HDL കൊളസ്ട്രോൾ ആണെങ്കിൽ കൂടുന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകം ചെയ്തു നോക്കിക്കഴിഞ്ഞ് അരിയാഹാരം ഒഴിവാക്കി, പഞ്ചസാരയൊക്കെ ഒഴിവാക്കി, ഓയിലും എല്ലാം ഒഴിവാക്കി നോക്കി, ഇതുവരെ ഒരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞ് ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ പ്രശ്നത്തിൽ ട്രൈഗ്ലിസറൈഡിൻ്റെയും HDLൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഏറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പേഷ്യൻസിന് ഉണ്ടാകുന്ന ആശങ്ക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലിനിക്കിൽ തീർക്കുന്നത്, എങ്ങനെയാണ് ഇതിന് നമ്മൾ ന്യൂട്രീഷ്യൻസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആംന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്തവരായിട്ട് ആളുകൾ കുറവാണ്. എന്നാൽ ഇതിൽ ട്രൈഗ്ലിസറൈഡും HDLും ആണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഡയറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ അത്യാവശ്യം മറ്റുള്ള കണ്ടൻസ്, അതായത് LDLും ബാക്കി VLDLും ഒക്കെ നോർമൽ ആവുന്നുണ്ട്. എന്നാൽ HDL കൂടാനും ട്രൈഗ്ലിസറൈഡ് കുറയാനും ഒത്തിരി സമയം എടുക്കുന്നു, എന്ത് ചെയ്തിട്ടും പറ്റുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും പേഷ്യൻസിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത്. കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ബാഡ് ഹാബിറ്റ്സ്, അതായത് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണം തന്നെയാണ്. നമ്മൾ ചെയ്തു വരുന്ന ലൈഫ് സ്റ്റൈലിൽ ചെയ്തു വരുന്ന മിസ്റ്റേക്സ് കാരണം തന്നെയാണ്. എന്നാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണം എന്നില്ല. എന്നാൽ ക്രമേണ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർ എത്തിച്ചേരുന്നത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്കാണ്. ഒരുപക്ഷെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്നത്. മാത്രമല്ല എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള സെക്ഷൽ ഡിസീസും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ജീവിതശൈലി എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ ആളുകളും അവോയ്ഡ് ചെയ്യുന്നത് ഓയിൽസ് ആണ്. ഓയിൽസും പുറത്തുള്ള ഭക്ഷണവും ഒക്കെയാണ് അവോയ്ഡ് ചെയ്യുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഉപരി വില്ലനാവുന്ന ഇത് നമ്മൾ എന്നും കഴിക്കുന്നുണ്ട്, അത് അരിയാഹാരമാണ്. നമ്മുടെ കേരളത്തിലുള്ളവർ കൂടുതൽ ഉപയോഗിക്കുന്ന അരിയാഹാരമാണ് കൊളസ്ട്രോളിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഓയിൽ അവോയ്ഡ് ചെയ്താലും, ഫ്രൈഡ് ഫുഡ് അവോയ്ഡ് ചെയ്താലും ഈ അരിയാഹാരം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ നിൽക്കുന്നത്, കുറയാത്തതും. അതുപോലെ ഇത്തരം ഡയറ്റ് പേഷ്യൻസിനോട് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ആവലാതിയാണ്. അയ്യോ, നമ്മൾ കൂടുതൽ ഫാറ്റ് എടുക്കാനല്ലേ പറയുന്നത്, അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് കൊളസ്ട്രോൾ കൂടുതൽ വരില്ലേ, ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് പേഷ്യൻസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും പേടിക്കേണ്ടതില്ല. അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് എപ്പോഴും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഒരിക്കലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ല. അപ്പോൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ പോകുന്നില്ല. കാര്യം അതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് കഴിക്കാം. അതിനകത്ത് ബ്രൗൺ റൈസ് വരുന്നുണ്ട്, മില്ലറ്റ് വരുന്നുണ്ട്, റാഗി വരുന്നുണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അതല്ലാതെ കഴിക്കാൻ പറയുന്ന പേഷ്യൻസിന് പേടിയുള്ള കാര്യങ്ങളാണ് ഓയിൽസും അതുപോലെ തന്നെ ഫാറ്റി ഫുഡും ഒക്കെ. അതിൽ തന്നെ ഹെൽത്തി വേർഷനാണ് കഴിക്കാൻ പറയുന്നത്. നമുക്ക് വിപണിയിൽ പല രീതിയിലുള്ള ഫുഡ് കിട്ടും, മായം കലർന്നതും കലരാത്തതും. ഇപ്പോൾ എപ്പോഴും ഓർഗാനിക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിൽ ഗീ, ബട്ടർ, ഒലിവ് ഓയിൽ, അവക്കാഡോസ്, അതുപോലെ തന്നെ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ തേങ്ങ, ഇതൊക്കെയാണ് ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത്. തൈര്. അപ്പോൾ ഇത്തരം ഫുഡ് നമ്മൾ ഈ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർ കൂടുതലായിട്ട് എടുക്കണം. എന്നാൽ ഇത് പറയുന്ന സാഹചര്യത്തിൽ പേഷ്യൻസിന് നല്ല ടെൻഷനാണ്. അയ്യോ ഡോക്ടറെ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടില്ലേ എന്ന് പറയും. എന്നാൽ ഒരു മാസം ഇത്തരം ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം അവർ തന്നെ പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന്. കാര്യം ട്രൈഗ്ലിസറൈഡ് ഒന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കൂടി വരാനായിട്ട് നമ്മൾ അറിഞ്ഞില്ല, അതങ്ങ് കൂടി കൂടി പോകും. പക്ഷേ കുറയ്ക്കുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് നോക്കുന്നത്. എത്ര നാളെടുത്താണ് ട്രൈഗ്ലിസറൈഡ് ആ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഓയിൽസ് ഉപയോഗിക്കാൻ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓയിൽസാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കാൻ പാടില്ല. റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള റിഫൈൻഡ് എന്ന് എഴുതി വരുന്ന ഓയിലുകളുണ്ട്. അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് നമുക്ക് മനുഷ്യന് യൂസ് ചെയ്യാൻ അനുയോജ്യമായൊരു ഓയിലും അല്ല. കാലക്രമേണ നമ്മുടെ ഡയറ്റിലേക്ക് കടന്നുകൂടിയ ഒരു ഓയിലാണ്. അത് ഹെൽത്തിന് ഒട്ടും അനുയോജ്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്നറിയില്ല, നമുക്ക് സൺഫ്ലവർ സീഡൊക്കെ ഒരു 100 ഗ്രാമിന് ഒരു 250 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 150 രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ അതിന് ചോദിക്കുന്നത് 60-70 അല്ലെങ്കിൽ 100-നകത്ത് രൂപയാണ്. അപ്പം
അത്തരം ഒരു വിലയിൽ ഒരിക്കലും സൺഫ്ലവർ സീഡ് കൊണ്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് അഡൾട്രേറ്റഡ് ആണ്, മായം ചേർന്നതാണ്. അത് പരുത്തിക്കുരുവിൽ നിന്നുണ്ടാക്കുന്ന ഓയിൽ സൺഫ്ലവറിൻ്റെ മണമൊക്കെ ആഡ് ചെയ്ത് വരുന്നതെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അതിൽ omega-6 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഓയിൽസ് ഉപയോഗിക്കുന്നത് ഒരിക്കലും മനുഷ്യന് അനുയോജ്യമല്ല. ഇനി ഫാറ്റ് ഉപയോഗിക്കാൻ പറയുന്നത് ഈ അടുത്തായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഫാറ്റ് ഉപയോഗിക്കാൻ പറയുമ്പോൾ ഇവരിത് ഹീറ്റ് ചെയ്ത് ഒരുപാട് ഹീറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ഫാറ്റ് ഉപയോഗിക്കുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ ഒലിവ് ഓയിലായാലും ബട്ടർ ആയാലും തേങ്ങയായാലും എണ്ണയായാലും ഇതൊക്കെ ഉപയോഗിക്കുന്നതിനൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലോപ്പതി ഡോക്ടേഴ്സ് ഇതൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. കാര്യം ഉപയോഗിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെപ്പോഴും ഒരു സ്പെഷ്യൽ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് ബ്രീഫായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഈ ഹെൽത്തി ഫാറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ബട്ടർ ആണെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്യുക. അതിനെ ഹീറ്റ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഘടന മാറ്റാതിരിക്കുക. ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം നിങ്ങളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലേക്ക് ബട്ടർ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ആ ചോറ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബുള്ളറ്റ് പ്രൂഫ് കോഫി. അതിനകത്തേക്ക് കോഫിക്ക് അകത്തേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെയാണ് വരുന്നത്. കാര്യം അതിനെ പിന്നെ ഹീറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നില്ല. അതുപോലെ വേറൊരു കാര്യം, മീൻ, ഫിഷൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫാറ്റി ഫിഷും കറി വെച്ച് കഴിക്കുന്നതും പുഴുങ്ങി കഴിക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ഫ്രൈ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ടൈമിൽ ആ ഓയിൽ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്ന ഓയിൽ ഹീറ്റ് ചെയ്ത് ഒരുപാട് ഹീറ്റ് ചെയ്ത് ഡിപ്പ് ചെയ്ത് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഹീറ്റ് ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് വരുന്ന വേ എന്ന് പറയുന്നത് സാലഡ്സിൽ ഓയിൽ ഡ്രസ്സ് ചെയ്യുന്നതാണ്. ഒലിവ് ഓയിൽ ഡ്രസ്സ് ചെയ്യുന്ന രീതി. അപ്പോൾ അങ്ങനെ സാലഡ്സ് ഉണ്ടാക്കി ഒന്ന് ഒലിവ് ഓയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഹെൽത്തി വേ ആണ്. പിന്നെ തേങ്ങ കൊളസ്ട്രോളുകാർ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് തേങ്ങ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. തേങ്ങാപ്പാൽ, തേങ്ങ ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും ഗുഡ് ഫാറ്റ്, പിന്നെ അവക്കാഡോസും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഗുഡ് ഫാറ്റിൻ്റെ സോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി എപ്പോഴും ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ നിങ്ങൾ വീണ്ടും ടോക്സിക് ആക്കി മാറ്റാതിരിക്കുക. പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഡോക്ടറെ ഈ ചോറ് ഫാറ്റ് ആയി മാറുന്നത്? ചോറിൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ ഉള്ളത്? പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. എക്സസ് ആയിട്ട് എത്ര കാർബോഹൈഡ്രേറ്റ് വരുന്നോ അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ടായിരുന്ന ആളുകളുണ്ട്. പണ്ടത്തെ കാലത്തെ കാളയുടെ കൂടെ ഓടി പണിയെടുത്തിരുന്ന ആളുകൾക്ക് കാർബോഹൈഡ്രേറ്റ് അത്രയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഒരു കുന്ന് ചോറൊക്കെ അവർ കഴിച്ചിരുന്നു. ഒരുപാട് കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇരുന്ന് പണിയെടുക്കുന്ന നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾക്ക് ഒരിക്കലും അത്രയും കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ല. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഒരു ബൗൾ കഴിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഇനിയുള്ളൊരു മിസ്കോൺസെപ്റ്റാണ് മുട്ട. എഗ്ഗ് കഴിക്കുന്നത് കൊളസ്ട്രോളിന് കാരണമാകുന്നുള്ളൂ. ഞാൻ മുട്ട എന്നും കഴിച്ചത് കൊണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായത്. സ്കൂളിലൊക്കെ പോകുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും എനിക്ക് മുട്ട തന്നു വിട്ടിട്ടാണ് എനിക്കിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായത്. അങ്ങനത്തെ ഒരു മിഥ്യാധാരണയുണ്ട്. ഒരിക്കലും മുട്ടയ്ക്കകത്ത് കൊളസ്ട്രോള് കൂടുതലില്ല. വൈറ്റമിൻസും മിനറൽസുമാണ് മുട്ടയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതിൽ തന്നെ വെള്ള മുട്ട കഴിച്ചാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവും, ചുവന്ന മുട്ട കഴിച്ചാൽ ഉണ്ടാവില്ല, നാടൻ മുട്ട കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ മിഥ്യാധാരണ വരുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല ഈ വെള്ള മുട്ടയും ചുവന്ന മുട്ടയും ഒന്നും തമ്മിൽ. ചുവന്ന മുട്ടയ്ക്കകത്ത് കുറച്ച് സാന്തോഫിലുണ്ട്. കാര്യം ഈ കോഴികളൊക്കെ ഈ പച്ചലയൊക്കെ കൊത്തി തിന്നുന്നത് കൊണ്ടുണ്ടാകുന്ന സാന്തോഫിലുണ്ട്. എന്നാൽ വെള്ള മുട്ടയ്ക്കകത്ത് ഈ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് മീൻ തീറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ omega-3 ഫാറ്റി ആസിഡ് ഉണ്ടാവും. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് 1000 മുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ട എന്നൊക്കെ. അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. കുറച്ച് ഒരു മിനറൽസ് കൂടുതലുണ്ടെന്നല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കാടമുട്ടയ്ക്കില്ല. ഇനി താറാമുട്ടയും അങ്ങനെ പറയാറുണ്ട്. താറാവിൻ്റെ മുട്ട അത് ആണെങ്കിൽ തണുപ്പാണ്. അപ്പോൾ ഹീറ്റ് പറ്റാത്ത ആളുകൾ, മുറിവ് വ്രണങ്ങളുള്ളവർ, ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ താറാമുട്ട കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുട്ടയുടെ പേരിൽ കുറേ മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ട ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. നിങ്ങൾക്ക് ദിവസവും വേണമെങ്കിൽ, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടി ആയിരിക്കണം. എന്നും ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഉൾപ്പെടുത്താവുന്നതാണ്.
ഹാർട്ട് പേഷ്യൻസും BP പേഷ്യൻസും ഒക്കെ ഡോക്ടറുടെ ഗൈഡൻസോട് കൂടിയായിരിക്കണം ഇത്തരം ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് മുട്ട കഴിക്കാനുള്ള ഡയറ്റ്. കാരണം ഒന്നിൽ കൂടുതൽ മുട്ടയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഗൈഡൻസ് വേണം, കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് കഴിക്കാം. കൊളസ്ട്രോൾ വന്നവർ ഒരിക്കലും നിങ്ങൾ ചിക്കനും മീറ്റും ഫിഷും ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഹെൽത്തി വേയിൽ നമ്മൾ കുക്ക് ചെയ്താണ് ഇതിനെയൊക്കെ അൺഹെൽത്തി ആക്കുന്നത്. അപ്പോൾ അൺഹെൽത്തി ആക്കാതെ കഴിക്കുക. പക്ഷേ റെഡ് മീറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ലീൻ മീറ്റ് ആയിട്ടുള്ള ചിക്കനും ഫിഷും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇഷ്ടമുള്ളവരാണെങ്കിൽ മുട്ട കഴിക്കാം. എന്നാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അരി ആഹാരം, റിഫൈൻഡ് അരി എന്ന് പറയുന്നത് റിഫൈൻഡ് കാർബാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ്. എന്നാലും എന്താണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ എന്തൊക്കെ കഴിക്കണം എന്നും കൂടി പറയാം. അതിനകത്ത് വരുന്നത് റാഗി, മില്ലറ്റ്, ബ്രൗൺ റൈസ്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കോളി, ക്യാബേജ്, ബീൻസ് ഒക്കെ കഴിക്കാം. ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റ്, ക്യൂക്കമ്പർ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം, ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയാനായിട്ട് ലെമൺ സഹായിക്കുന്നുണ്ട്. ലെമണും ചിയാസീഡും കൂടി രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചിയാസീഡ് എവറിഡേ എടുക്കുന്നത് നല്ലതാണ്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഉള്ളിലേക്ക് എടുക്കുന്നത് നല്ലതാണ്. സീഡ്സും, കാര്യം ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അൺഹെൽത്തി ആയിട്ടുള്ളത് മൂവ് ആവുന്നത്. അതിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഈ HDL കൊളസ്ട്രോൾ കൂട്ടുന്നത്? HDL കൊളസ്ട്രോൾ കൂട്ടുന്നത് ഇങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടുള്ള വേയിലുള്ള സപ്ലിമെൻറ്റേഷൻ എല്ലാം കൊടുക്കുക. അതായത് ഡ്രൈ ഫ്രൂട്ടും ഡ്രൈ നട്ട്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ മേടിച്ച് കഴിക്കാനാണെങ്കിൽ നമുക്ക് കുടുംബം പണയം വെക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും ഇത്തരം ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു 2000 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി മുടക്കുവാണെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ 2 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം മുടക്കേണ്ടത് നിങ്ങൾക്ക് മുടക്കേണ്ടി വരില്ല. അപ്പോൾ അത്തരത്തിൽ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കുക. പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് സുലഭമായിരുന്നു, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഫുഡ് എന്ന് പറഞ്ഞ് ഫുഡ് പോലെ എന്തോ കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ് വെറുതെ കുറയില്ല, നല്ല രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഒരു വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കുറയുള്ളൂ. അതിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആദ്യം തന്നെ നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ട, 5 മിനിറ്റ് കാർഡിയോ വർക്കൗട്ട് ചെയ്യുക, 10 മിനിറ്റ് ആക്കുക, പിന്നെ 15 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ്, അങ്ങനെ കൂട്ടിക്കൊണ്ട് വരിക. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വർക്കൗട്ടാക്കി മാറ്റുക. അത് ഒന്നിൽ സുംബ, മ്യൂസിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് പഠിക്കുക. അങ്ങനെ ബോഡി മൂവ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് നന്നായി വിയർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൊളസ്ട്രോൾ ഫേസ് ചെയ്യുന്ന ആളുകൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുകയാണ്, നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ HDL കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് കാരണം ഭാവിയിൽ ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.